എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില റിലേഷൻഷിപ്പുകൾ ഭയങ്കര സ്ട്രോങ് ആയി അഭേദ്യമായി നിൽക്കുമ്പോൾ മറ്റു ചിലത് നമ്മൾ കൈക്കുമ്പിൾ പിടിച്ച മണൽത്തിരികൾ പോലെ ഊർന്നിറങ്ങില്ലാതാകുന്നത്? ഭയങ്കര സന്തോഷത്തിൽ ജീവിതം തുടങ്ങിയ ദമ്പതികൾ, നാടറിഞ്ഞ് കല്യാണം നടത്തിയവർ, അവരുടെ വിളക്കി ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അതുപോലെ രക്തബന്ധങ്ങളെ പോലെ പോലെ കണ്ടിരുന്ന സൗഹൃദങ്ങൾ, ഇതൊക്കെ അവസാനം നിശബ്ദമായി തമ്മിൽ വഴക്കായി ഹൃദയം തകർന്ന് അവസാനിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതൊരിക്കലും അവർക്ക് പരസ്പരം സ്നേഹിക്കുന്നത് നിർത്തിയത് കൊണ്ടല്ല, അവർ പരസ്പരം കെയർ ചെയ്യുന്നത് നിർത്തിയത് കൊണ്ടല്ല. സ്നേഹം മാത്രം ഉണ്ടായ ഒരു ബന്ധം നിലനിൽക്കില്ല. പിന്നെന്താണ് വേണ്ടത്? അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കേൾക്കുക, തീർച്ചയായും ഉപകാരപ്പെടും. ശക്തമായ അടിത്തറയില്ലാത്ത ബന്ധങ്ങൾ നമ്മൾ ദുർബലമായ മണ്ണിൽ പണിത ഒരു വീട് പോലെയാണെന്നാണ് പറയുക. ജീവിതത്തിലെ ശക്തമായ കൊടുങ്കാറ്റുകളൊന്നും അതിജീവിക്കാൻ ആ വീടിനാവില്ല. അങ്ങനെയുള്ള കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ആ വീട് തകർന്നു വീഴും. ആശയവിനിമയത്തിലും ബഹുമാനത്തിലും പരസ്പര പിന്തുണയിലും കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ കൊടുങ്കാറ്റുകളെ അതിജീവിക്കുക മാത്രമല്ല, അങ്ങനെയുള്ള കൊടുങ്കാറ്റുകളൊക്കെ വരുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. ശരിയല്ലേ? നമ്മളിപ്പോൾ ദുബായിലെ ബുർജ് ഖലീഫ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയരം കൂടിയ ബിൽഡിംഗ് കാണുമ്പോൾ നമ്മളതിൻ്റെ ഉയരവും ഭംഗിയൊക്കെ കണ്ട് ആശ്ചര്യപ്പെടും, അല്ലേ? നമ്മൾ വിചാരിക്കും, എങ്ങനെ എത്ര ഹൈറ്റിൽ നിൽക്കുന്നത്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന്. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള ശക്തി എവിടെയാണെന്നറിയോ? ഭൂമിക്കടിയിൽ, അതിൻ്റെ അടിത്തറയിൽ. അടിത്തറ എത്രത്തോളം ആഴത്തിലും ബലത്തിലാകുന്നു, അത്രയും കെട്ടിടത്തിന് ഉയരം കൂട്ടാം, ബലവും കൂടും. ബന്ധങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത്, ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ മരിക്കുവോളം എന്ന് പറയുന്ന ബന്ധങ്ങളെയാണ്. അത് പങ്കാളിയായിട്ടാണെങ്കിലും പാരൻസുമായിട്ടാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിലും ഇനി കൂട്ടുകാരായിട്ടാണെങ്കിലും. പക്ഷേ വളരെ കുറച്ച് ആളുകളെ ഈ ബന്ധങ്ങളിലേക്ക് അടിത്തറയിൽ ശ്രദ്ധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഉണ്ടാക്കാൻ ആവശ്യമായ 4 പില്ലറുകൾ, തൂണുകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് വിശ്വാസം. അടുത്തത് ആശയവിനിമയമാണ്. മൂന്നാമത്തേത് പരസ്പര ബഹുമാനം. അവസാനത്തേതാണ് പരസ്പര സഹകരണം. ഓരോന്നും വിശദമായി പറയാം. അതിൻ്റെ കൂടെ ഓരോ തൂണിനും നമുക്ക് മുന്നിലുള്ള നമ്മൾ കേട്ട ചില റിയൽ ലൈഫ് കഥകളും പറയാം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞ പോയിൻ്റ് വിശ്വാസമാണ്, ട്രസ്റ്റ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിലെ ഓക്സിജനാണെന്ന് പറയാം, പ്രാണവായു. അതില്ലാതായാൽ പിന്നെ ശ്വാസം മുട്ടും. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ വഞ്ചിക്കില്ല എന്ന വിശ്വാസം മാത്രമല്ല, അവരോടൊപ്പമുള്ള സുരക്ഷിതത്വം അനുഭവിക്കുക. ഈ ലോകം എനിക്കെതിരെ തിരിഞ്ഞാലും ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാകും, എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം. 2 വ്യക്തികൾ തമ്മിൽ ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ ചെറിയ തെറ്റിദ്ധാരണകളൊന്നും വലിയ പ്രശ്നത്തിലേക്ക് പോകാറില്ല. എന്നാൽ വിശ്വാസം ഇല്ലാതായാൽ, തകർക്കപ്പെട്ടാൽ പിന്നെ ഒരു നിശബ്ദത പോലും വഞ്ചനയായി തോന്നും. ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാകും, അല്ലേ? നമ്മൾ കൂൾ ക്യാപ്റ്റൻ MS ധോണിയുടെയും വൈഫ് സാക്ഷിയുടെയും കഥ എടുത്താൽ, കളിക്കളത്തിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ആ ശാന്തതയ്ക്ക് പിന്നിൽ കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളും വിമർശനങ്ങളും അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സാക്ഷി ഒരു ഭാര്യ മാത്രമായിട്ടായിരുന്നില്ല എന്നത്. അവർ ധോണിക്കൊരു നങ്കൂരായിരുന്നു, ഒരു ആങ്കറായിരുന്നു. അവർ ശ്രദ്ധ നേടാൻ ശ്രമിച്ചില്ല, സ്പോട്ട്ലൈറ്റിലേക്ക് വന്നില്ല. അവർ നിശബ്ദമായി ധോണിക്ക് പിന്നിൽ ഉറച്ചു നിന്നു. അയാൾക്ക് ശ്വസിക്കാൻ, അയാളായിരിക്കാൻ സപ്പോർട്ട് നിന്നു, സുരക്ഷിത ഇടമൊരുക്കി. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് ചെറിയ ചെറിയ കൺസിസ്റ്റൻ്റായ സ്ഥിരമായ പ്രവൃത്തികളിലൂടെ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്. ചെറിയ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കുക, അവർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാവുക, പിന്നെ കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യമാണെങ്കിലും സത്യസന്ധത പുലർത്തുക. അങ്ങനെ ഇനി ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയേ, ഞാൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ഞാണപാത്രം പോലെയാണെന്ന് പറയാം. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം, കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് സൂപ്പർ ഗ്ലൂ ഒക്കെ ഒട്ടിച്ചാൽ ആ ഷേപ്പിലാക്കി എടുക്കാം. പക്ഷേ ഒരു ക്രാക്ക് ഉണ്ടല്ലോ, ആ പൊട്ടിയൊരു അടയാളം, അതൊരിക്കലും പോകില്ല. അപ്പോൾ അതിനെ പൊട്ടാതെ സംരക്ഷിക്കുകയും വിലമതിക്കുകയും അതിന് തിളക്കം കൂട്ടാൻ നോക്കുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ തൂണാണ് ആശയവിനിമയം. സ്നേഹക്കുറവ് കൊണ്ടല്ലാതെ ആശയവിനിമയത്തിൻ്റെ കുറവ് കൊണ്ട് തകരുന്ന ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാം, അല്ലേ? നിശബ്ദത വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് പറയാറുണ്ട്. നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ അസംഷൻസ്, അനുമാനങ്ങൾ വളരുന്നു, തെറ്റിദ്ധാരണകൾ പെരുകുന്നു. ഒരിക്കൽ ഹൃദയത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്ന വ്യക്തി അപരിചിതനെ പോലെ തോന്നുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നത് മൃണാളിനി ദേവിയായിരുന്നു. വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നത്. കല്യാണം കഴിക്കുമ്പോൾ തീർത്തും അപരിചിതരായ 2 വ്യക്തികൾ. അദ്ദേഹം ഒരു ബുദ്ധിജീവി, വൈഫാണെങ്കിൽ തികച്ചും നാട്ടുമ്പുറത്തുകാരിയായ ഒരു നാണക്കാരി പെണ്ണ്. അവരുടെ ബന്ധത്തെ മാറ്റിമറിച്ചത്, ദൃഢമാക്കിയത് ആശയവിനിമയമായിരുന്നു. ടാഗോറിൻ്റെ യാത്രകളിൽ അവർക്ക് സ്ഥിരമായി കത്തുകൾ എഴുതുമായിരുന്നു.
പ്രണയലേഖനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, പോരാട്ടങ്ങൾ, സംശയങ്ങൾ, പ്ലാനുകൾ, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ടാഗോർ അവൾക്ക് എഴുതി. അവളും സാവധാനം മനസ്സ് തുറക്കാൻ തുടങ്ങി. അവളുടെ പ്രതീക്ഷകളെയും ഭയങ്ങളെയും കുറിച്ച് അവളും തുറന്നു പറയാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ട് അവർ രണ്ട് ലോകങ്ങൾക്കിടയിൽ ഒരു പാലം പണിതു. അവരുടെ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ആശയവിനിമയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആകണമെന്നില്ല, അത് സത്യസന്ധമുള്ളതായിരിക്കണം, സ്ഥിരത ഉള്ളതായിരിക്കണമെന്നാണ്. ആശയവിനിമയത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, സംസാരിക്കുക മാത്രം ചെയ്യരുത്, കേൾക്കുകയും കൂടി ചെയ്യുക. കേട്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കുക കൂടി ചെയ്യുക. പിന്നെ ഒരുപാട് വൈകി നിശബ്ദത നിങ്ങൾക്കിടയിലൊരു മതിൽ കെട്ടുന്നവരെ കാത്തിരിക്കരുത്. വാക്കുകൾ നിന്നു കഴിഞ്ഞാൽ, സംസാരങ്ങളില്ലാതായാൽ ഏറ്റവും ശക്തമായ സ്നേഹം പോലും മരിച്ചു പോകും. അതുപോലെ തന്നെ ആളുകൾ തുറന്ന ഹൃദയത്തോടെ സംസാരിച്ചാൽ ഏറ്റവും ദുർബലമായ ബന്ധം പോലും വളർന്ന് പന്തലിക്കും. നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ തൂണാണ് റെസ്പെക്റ്റ്, ബഹുമാനം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം ഒരു ബന്ധത്തിന് തുടക്കമിട്ടേക്കാം, പക്ഷേ പരസ്പരമുള്ള ബഹുമാനമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. ബഹുമാനം എന്ന് പറഞ്ഞാൽ മറ്റേ വ്യക്തിയുടെ അഭിപ്രായങ്ങളെയും വിലമതിക്കുക, അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും. ബഹുമാനം എന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ പ്രോപ്പർട്ടി, സ്വത്തായിട്ട് കണക്കാക്കാതെ അവരെയും തുല്യരായി പരിഗണിക്കുക. ബഹുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക, അങ്ങനെ ബന്ധിക്കുക എന്നല്ല. ബഹുമാനമില്ലാതെ സ്നേഹത്തിന് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല, അത് നിയന്ത്രണമാണ്. ബഹുമാനം ഉണ്ടാകുമ്പോൾ സ്നേഹം സ്വാതന്ത്ര്യമായി മാറുന്നു, സമാധാനമായി മാറുന്നു. ഇന്ത്യയുടെ മിസൈൽ മാൻ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ നിറഞ്ഞായിരുന്നു. എന്താണ് അദ്ദേഹത്തെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കാനുണ്ടായിരുന്ന കാരണം എന്നറിയോ? ബഹുമാനം. ഇസ്രോയിലെ വലിയ ശാസ്ത്രജ്ഞർ മുതൽ തൻ്റെ ഓഫീസിലെ സെക്യൂരിറ്റി വരെ അദ്ദേഹം ബഹുമാനിച്ചു. അവരുടെയൊക്കെ പേരുകൾ ഓർത്തിരിക്കുകയും അവരെ കേൾക്കുകയും അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാവരോടും തുല്യതയോടെയും മാന്യതയോടെയും അദ്ദേഹം പെരുമാറി. ആ ബഹുമാനം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊന്നും അധികാരത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് വിനയത്തിലും ബഹുമാനത്തിലാണ് കെട്ടിപ്പടുത്തത്. ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയേ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ ഞാൻ വിലമതിക്കാറുണ്ടോ? അതെൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും. പബ്ലിക്കിൽ നിങ്ങൾ ഒരാളോട് പെരുമാറുന്ന പോലെ തന്നെയാണോ സ്വകാര്യതയിലും അവരോട് പെരുമാറുന്നത്? ബഹുമാനം എന്ന് പറയുന്നത് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അത് ചെറിയ ചെറിയ ജസ്റ്റേഴ്സായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കണം. മറ്റേ വ്യക്തിയെ തടസ്സപ്പെടുത്താതെ, ഇകഴ്ത്തി സംസാരിക്കാതെ, തള്ളിക്കളയാതെ ഒക്കെ നമുക്ക് ബഹുമാനം കാണിക്കാം. ബഹുമാനമുള്ളപ്പോൾ സ്നേഹം സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നുന്നു. അതില്ലാത്തപ്പോൾ സ്നേഹം ഒരു കൂട്ടിലിട്ട പോലെ തോന്നുന്നു. ശരിയല്ലേ? നമ്മൾ പറഞ്ഞ അവസാനത്തെ തൂണാണ് പരസ്പരമുള്ള സപ്പോർട്ട്. ജീവിതം എല്ലാ റിലേഷൻഷിപ്പുകളെയും പരീക്ഷിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, പരാജയങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ വരുമ്പോൾ പരസ്പരം ഒപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുമോ എന്നതാണ് ചോദ്യം. എന്ത് സംഭവിച്ചാലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നതാണ് മ്യൂച്വൽ സപ്പോർട്ട്. പറക്കും സിംഗ് എന്ന് പറഞ്ഞ മിൽഖാ സിംഗിൻ്റെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം കല്യാണം കഴിച്ചത് നിർമ്മൽ കൗർ എന്ന സ്ത്രീയായിരുന്നു. മിൽഖാ സിംഗിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ നിറഞ്ഞായിരുന്നു. വിഭജനത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പുകൾ താമസിച്ചു. ട്രാക്കിൽ കനത്ത തോൽവികൾ ഏറ്റുവാങ്ങി. ഈ പ്രശ്നങ്ങളൊക്കെ ഇടയിലും നിർമ്മൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. വീഴുമ്പോഴൊക്കെ ഉയർത്തെഴുന്നേൽക്കാനുള്ള അദൃശ്യ ശക്തിയായവർ നിന്നു. 2021 അദ്ദേഹം മരിക്കുന്നവർ. 5 പതിറ്റാണ്ടിലേറെ നീണ്ടുന്ന ഒരു വിവാഹം. നിർമ്മലിൻ്റെ അചഞ്ചലമായ പിന്തുണ ഇല്ലാതെ തനിക്ക് മിൽഖാ സിംഗ് ആകാൻ കഴിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അതാണ് പരസ്പര പിന്തുണയുടെ ശക്തി. ഓരോ ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ വ്യക്തിക്ക് പിന്നിലും പലപ്പോഴും അതിലും ശക്തനായ ഒരു പങ്കാളിയോ കുടുംബാംഗമോ അല്ലെങ്കിൽ സുഹൃത്തോ ഉണ്ടാകും, അല്ലേ? ഒരാളെ പിന്തുണയ്ക്കുക എന്നതിനർത്ഥം എല്ലായ്പ്പോഴും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നല്ല. ചിലപ്പോൾ അതിനർത്ഥം ഇങ്ങനെയൊക്കെ ആവാം: അവരുടെ കൂടെ നിശബ്ദമായി ഒരു ശക്തിയായി നിൽക്കുക. അവർ സ്വയം വിശ്വസിക്കാത്ത സമയത്ത് അവരിൽ വിശ്വസിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് പറയുക. പരസ്പരമുള്ള പിന്തുണ ഒരു ബന്ധത്തെ തകർക്കാൻ കഴിയാത്തതാകുന്നു. കാരണം അത് പറയാതെ പറയുന്ന ഇതാണ്: നിങ്ങളുടെ പോരാട്ടങ്ങൾ എൻ്റെയും കൂടിയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എൻ്റെ കൂടി സ്വപ്നങ്ങളാണ്, നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എൻ്റേത് കൂടിയാണ്, ഞാനുണ്ടാവും എന്നതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 തൂണുകളും കൂടി സംഗ്രഹിക്കുകയാണെങ്കിൽ, ആദ്യത്തേത് വിശ്വാസമായിരുന്നു. അതിൽ പറയുന്നത് വിശ്വസനീയനായിരിക്കുക, സത്യസന്ധത പുലർത്തുക, മറ്റുള്ളവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കുക. അടുത്തായിരുന്നു ആശയവിനിമയം. അതിൽ പറയുന്നത് തുറന്ന് സംസാരിക്കുക, മറ്റേ വ്യക്തിയെ കേൾക്കുക, ഒരിക്കലും നിശബ്ദത നിങ്ങൾക്കിടയിൽ ഒരു മതിൽ കെട്ടാൻ അനുവദിക്കാതിരിക്കുക.
അടുത്ത തൂണായ ബഹുമാനത്തിൽ പറയുന്നത് പരസ്പരമുള്ള വ്യത്യാസങ്ങളെ എപ്പോഴും വിലമതിക്കുക, എപ്പോഴും ആളുകളോട് മാന്യമായി പെരുമാറുക. അവസാനത്തെ തൂണായി പറഞ്ഞത് പരസ്പരമുള്ള പിന്തുണയാണ്. കാലാവസ്ഥ നല്ലതായിരിക്കും മാത്രമല്ല, കൊടുങ്കാറ്റിലും ഒരുമിച്ച് നിൽക്കുക, പരസ്പരം താങ്ങാകുക. സ്നേഹം ആളുകളെ ഒരുമിപ്പിച്ചേക്കാം, എന്നാൽ അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഈ പറഞ്ഞ തൂണുകളാണ്. ഒരു കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം. കല്യാണം എന്താണ്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് മനസ്സിലാക്കാനാവുന്നതിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ വിവാഹിതരായതാണ് മഹാത്മാഗാന്ധിയും കസ്തൂർബാ ഗാന്ധിയും. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവർ തമ്മിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. ഗാന്ധിജി ഭയങ്കര കർക്കശക്കാരനായ ആളായിരുന്നെങ്കിൽ കസ്തൂർബ ശക്തമായ ഇച്ഛാശക്തിയുള്ള സ്ത്രീയായിരുന്നു. അവർ തമ്മിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഏറ്റുമുട്ടി. എന്നാൽ കാലക്രമേണ അവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. കസ്തൂർബയുടെ ശക്തിയിൽ ഗാന്ധിജിക്ക് ബഹുമാനമായി. ഗാന്ധിജിയുടെ സത്യാന്വേഷണത്തിൽ അവർ പങ്കാളിയായി. സ്വാതന്ത്ര്യസമര സേനാനിയായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിയായി. ഗാന്ധിജി ജയിലിലായപ്പോൾ കസ്തൂർബ ജയിലിന് പുറത്ത് സ്ത്രീകളെ സംഘടിപ്പിച്ചു, പ്രതിഷേധം നയിച്ചു. ഗാന്ധി ദുർബലനാണ് തോന്നുമ്പോഴേക്ക് അവർ അദ്ദേഹത്തിന് ധൈര്യം നൽകി. അവരുടെ സ്നേഹം പൂക്കളെയും പ്രണയത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല, മറിച്ച് വിശ്വാസം, ആശയവിനിമയം, ബഹുമാനം, പരസ്പര പിന്തുണ എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു. അവരൊരുമിച്ച് ഒരു നല്ല വിവാഹ ജീവിതം കെട്ടിപ്പടുക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യയുടെ വിധി തന്നെ മാറ്റിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് അവർ കെട്ടിപ്പടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഓർക്കുക, ഒരു ബന്ധവും ഒറ്റ ദിവസം കൊണ്ട് തകരില്ല. അടിത്തറ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, അത് അവഗണിക്കുമ്പോൾ ആണ് ബന്ധങ്ങൾ സാവധാനം ദുർബലമാവുന്നത്, പിന്നെ തകരുന്നത്. അതുപോലെ തന്നെ ഒരു ബന്ധങ്ങളും യാദൃശ്ചികമായിട്ടല്ല നിലനിൽക്കുന്നത്. രണ്ട് വ്യക്തികളും എല്ലാ ദിവസവും അവരുടെ ബന്ധത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കാനും സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ശ്രദ്ധിക്കുമ്പോഴാണ് ആ ബന്ധം ശക്തമായി നിലനിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്നേഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആശയവിനിമയത്തിൽ, ബഹുമാനത്തിൽ, പിന്തുണയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം അടിത്തറ സ്ട്രോങ് ആകുമ്പോൾ ഒരു കൊടുങ്കാറ്റിനും പേമാരിക്കും അതിനെ തകർക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് തന്നെ സ്വയം ചോദിക്കുക, എൻ്റെ ബന്ധങ്ങളിൽ ഏത് തൂണാണ് ഞാൻ ശക്തിപ്പെടുത്തേണ്ടത്? അവിടെ തുടങ്ങുക, അത് കെട്ടിപ്പടുക്കുക. അതുവഴി ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ബന്ധങ്ങൾ മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടി പ്രചോദനമാവാൻ കഴിയുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജെങ്കിലും കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.